കേൾക്കാലോ? കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. തിരുവനന്തപുരം യൂണിറ്റിന്റെ ഭാഗമായി എന്നെ ഒന്നിച്ചു കൂടുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യമൊരുക്കി തന്നല്ലോ. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവ് ദാസൻ, പെൻസിൽവാനിയ പാസ്റ്റർ, അതുപോലെ തന്നെ മറ്റ് കർത്തദാസന്മാർ, യൂണിറ്റിലെ എല്ലാവർക്കും ദൈവപരിതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയുകയാണ്. സമയങ്ങൾ നമുക്ക് ഒത്തിരി പരിമിതങ്ങളാണല്ലോ. ഒത്തിരി മുഖവിൽ പറയാതെ പ്രത്യേകപ്പെട്ടെന്ന് തന്നെ കർത്താവിനെ നമുക്ക് പാടി ആരാധിച്ച് തുടർന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദൈവം തന്ന ഉപകാരങ്ങൾക്ക്, ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദിവസം നമുക്ക് പാടി ആരാധിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനാ ധ്വനി അത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രാർത്ഥനയുടെ അനുഭവങ്ങളും പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങളും ഒക്കെ ഒത്തിരി വലുതാണ്. ഈ രാത്രി നമ്മൾ കൂടി വരുമ്പോൾ ഒന്ന് ആയിരിക്കുന്ന സ്ഥാനങ്ങളെ കണ്ണുകളടച്ച് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഒന്ന് നമുക്ക് ധ്യാനിക്കുവാനും കർത്താവിനെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് സമയമെടുക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് മുമ്പാകെ നാം അനുഭവിച്ച വിടുതലുകൾ ഒത്തിരിയാണ്. സ്തോത്രം. പാട്ടുകാർ ഇങ്ങനെ പറയുന്നു: വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ആ ദൈവത്തിന്റെ കരുതൽ. നമുക്ക് ചേർന്ന്
ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പാട്ടിന്റെ ഇരുടികൾ ചേർന്ന് പാടുന്ന കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ പാടി മാറ്റിക്കൊടുക്കാം. ഹല്ലേലൂയ.
പിതാവേ, പാടി ആരാധിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്തല്ലോ. ആത്മാവിൽ ആരാധിക്കുവാൻ പ്രാർത്ഥനയുടെ ബലം ഒരിക്കലും ഞങ്ങൾ ഏറ്റുപറയുവാൻ കർത്താവിടെ യാക്കോബ് സ്തോത്രം ചെയ്യുന്നു. കൃപ നിറച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹിക്കപ്പെട്ട സമയം പ്രാർത്ഥന പാട്ടുപാടുവാൻ ആമേൻ കർത്താവിനെ വർഷിപ്പ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ബലപ്പെടുത്തിയ ദൈവത്തിന്റെ സ്തോത്രം കർത്താവിന്റെ ദാസനോടും പ്രിയ മകനോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പിന്നെ കർത്താവിന്റെ ദാസനെ ധാരാളമായി ശക്തമായി കർത്താവ് ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. തുടർന്ന് ഹല്ലേലൂയ സ്തോത്രം സ്വാഗതം ആശംസിക്കേണ്ടതിന് വേണ്ടി ട്രിവാൻഡ്രം യൂണിറ്റിന്റെ ചെയർമാനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ദേവദാനത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്തദാസൻ തുടർന്ന് ആമേൻ സ്വാഗതം ആശംസിക്കുന്നതായിരിക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ മനോഹരമായ നിമിഷം ദൈവദാനമായി നമുക്ക് തന്നതിനായിട്ട് കർത്താവിനെ സ്തുതിക്കാം. ലോകത്തിലെ സകല മനുഷ്യൻ ബന്ധിപ്പിക്കുന്ന ഒരനുഭവമാണല്ലോ പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥന ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥന ധ്വനി എന്ന മാധ്യമത്തിലൂടെ ലോകം മൊത്തം അനുഗ്രഹിക്കപ്പെട്ട നിലയിലെ ഈ പ്രാർത്ഥന സന്ദേശം മുഴക്കുവാൻ, പ്രാർത്ഥന മുഴങ്ങുവാൻ, അനേകരെ വിടുതൽ പ്രാപിപ്പാനൊക്കെ മുഖാന്തരമാക്കിയ ഈ പ്രാർത്ഥന ധ്വനി നമ്മുടെ കേരളത്തിലും 6 ജില്ലകളിലെ അത് കടത്താവിടെയാക്കി 6ാമത്തെ ജില്ലയായ ട്രിവാൻഡ്രത്തും മനോഹരമായ ഈ പ്രാർത്ഥന ധ്വനിയുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനം തുടങ്ങുവാൻ ദൈവം ഇവിടെ വരുത്തിയ ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥന ധ്വനിയുടെ ഇന്റർനാഷണൽ ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവർക്കുള്ള ആദ്യമായിട്ട് അദ്ദേഹത്തെ പ്രിയപ്പെട്ട കർത്തദാസനെ ഈ മനോഹരമായ ട്രിവാൻഡ്രം പ്രാർത്ഥന ധ്വനിയുടെ ഈ വിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ സന്ദേശം ദൈവത്തിന്റെ പ്രതിയിലൂടെ നമുക്ക് കേൾപ്പാനായിട്ട് കഴിയും. കർത്തദാസനെ ശക്തമായി ഉപയോഗിക്കട്ടെ. അനേക രാജ്യങ്ങൾ 15 രാജ്യങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്ന ഈ മനോഹരമായ ഈ പ്ലാറ്റ്ഫോം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും, പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തുള്ള കേരളത്തിലുള്ള എല്ലാ ഭവനങ്ങളിലും, എല്ലാ വീടുകളിലും, എല്ലാ വ്യക്തികളിലും ആ ബാന്ധവത്തിലേക്ക് ദൈവം നയിക്കട്ടെ. കർത്താവിൻ ദാസനെ പിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി നമ്മുടെ കേരള ഘടകം ഇതിന്റെ ചെയർമാനായിരിക്കുന്ന വിലപ്പെട്ട കർത്തദാസൻ ബെൻസൺ പ്രിയ ഹാർലി ശാമുൽ പാസ്റ്റർ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ, അദ്ദേഹത്തിന്റെ നിർദ്ദേശവും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അത് കേരളത്തിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മാതൃക വളരെ പ്രശംസനീയമാണ്. കർത്തദാസനെ സമൃദ്ധിയായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം നല്ലൊരു ടീം അത് അവിടെ കൂടെ പ്രവർത്തിക്കുന്നു. പ്രിയ മനോജ് അബ്രഹാം, പക്ഷെ CG ഓൺസർ കോർഡിനേറ്ററായിട്ട് മറ്റു പ്രവർത്തിക്കുന്ന ആ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ച് അത് ആ പ്രാർത്ഥനാ ധ്വനി 6 ജില്ലകളിലേക്ക് വ്യാപിപ്പാൻ മുഖാന്തരമായി ദൈവം ഉപയോഗിക്കുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ഭക്തനെ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്ത് പ്രിയ മനോജ് അബ്രഹാം പാസ്റ്റർ,
ആൻഡ് സിജി ജോൺസൺ പാസ്റ്റർ. അദ്ദേഹത്തെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കേരള ഘടകത്തിന്റെ കോർഡിനേറ്റേഴ്സായി പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ഭക്തന്മാർ, ദാസന്മാർ, ശക്തിയോടെ ശുശ്രൂഷിക്കുന്ന, ശക്തിയോടെ പ്രവർത്തിക്കുന്ന, വളരെ ത്യാഗോജ്ജലമായി ഇത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി, വ്യാപിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കേരള ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് പ്രിയ സുരേഷ് കുമാർ, അദ്ദേഹം നമ്മുടെ ഈ ട്രിവാൻഡ്രം യൂണിറ്റിന്റെ രക്ഷാധികാരി കൂടിയാണ്. ആ പ്രിയപ്പെട്ട കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ട്രിവാൻഡ്രം യൂണിറ്റ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സ്റ്റാറി റിച്ചാർഡ്സൺ എന്ന ദൈവത്തിന്റെ ദാസൻ, അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ ഈ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് എന്നോടൊപ്പം വളരെ സഹകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലും രാവിലെ, എല്ലാ ദിവസവും രാവിലെ അറ്റൻഡ് ചെയ്യുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട കർത്തദാസനാണ്. അദ്ദേഹത്തെ ആദരവോടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഗാനങ്ങൾ ആലപിച്ച കർത്താവിന്റെ ദാസൻ പക്ഷം മനോജ് പീറ്റർ, അദ്ദേഹം നമ്മുടെ പ്രാർത്ഥന കോർഡിനേറ്ററാണ്. അദ്ദേഹത്തെ കർത്താവ് സഹായിക്കട്ടെ. അദ്ദേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സായി പ്രവർത്തിക്കുന്ന ജിബിൻ ജോഷുവ, പക്ഷ സത്യദാസ്, പക്ഷ പ്രതീഷ്, രതീഷ്, ഡോക്ടർ ആൽവിൻ ജയരാജ്, ഷെലിൻ ജോസ്, ഈ പ്രിയപ്പെട്ടവരുണ്ട്. അവർ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവരൊരുമിച്ച് ഞങ്ങൾ ശക്തമായി ഈ ട്രിവാൻഡ്രം ജില്ലയിലെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥന എല്ലാ വീടുകളിലും, എല്ലാ ചർച്ചുകളിലും, എല്ലാ ഭവനങ്ങളിലൂടെ ഇത് മുഴുങ്ങട്ടെ. കേരളം, ഈ ട്രിവാൻഡ്രം ജില്ല മൊത്തം യേശുവിനെ അറിയട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കാം. ആ പ്രിയപ്പെട്ട വലിയ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രിയപ്പെട്ട പലരും കടന്നു വന്നിട്ടുണ്ട്. പലർക്കും ലിങ്കിന്റെ എപ്പം പ്രശ്നം സംഭവിച്ചുകൊണ്ട് പലർക്കും കടന്നു വരാൻ കഴിഞ്ഞില്ല. പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആകയാലെ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയും തുടർന്നുള്ള നാളുകൾ ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ശക്തമായി ഈ ദേശത്ത് യേശുവിന് വേണ്ടി നമുക്ക് കാഹളം മുഴക്കാം, പ്രവർത്തിക്കാം. കേരളത്തെ, ഭാരതത്തെ യേശുവിനായി നേടാം. കർത്താവിനെ സഹായിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസ്മരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ കഥാനദാസൻ ദേവദാന പാസ്റ്റർ, ദൈവത്തിന്റെ സ്തോത്രം. തിരുവനന്തപുരം യൂണിറ്റിന്റെ ചെയർമാനായിട്ട് കഥാനദാസൻ ആമേ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ആമേ സ്തോത്രം, ഈ ഓഗസ്റ്റ് മാസം 26-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ വട്ടപ്പാറ ഷാരോൺ ചർച്ചിൽ വെച്ച് നമ്മുടെ തിരുവനന്തപുരം യൂണിറ്റിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിപ്പാനും നമുക്കെല്ലാവരോട് വെച്ച് കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അവസരം ഒരുക്കി. അതിനുശേഷം തിരുവനന്തപുരം യൂണിറ്റിലുള്ള പ്രിയപ്പെട്ട ഒരുമിച്ച് കൂടി ഇപ്രകാരം ഓൺലൈൻ മീറ്റിംഗ് ആരംഭിക്കുന്നതിനെ കുറിച്ച് പറയും. പ്രിയ കർത്തദാസൻ വളരെ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് രാത്രിക്കാലം നമ്മൾ ഇങ്ങനെ കൂടി വരുവാൻ കർത്താവ് അവസരം ഒരുക്കിയത്. പ്രിയ കർത്തദാസന്റെ പ്രവർത്തനങ്ങളൊക്കെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് കൂടെ ഇപ്പോൾ ദൈവദാസൻ ഒരുമിച്ച് ഒരു ടീമായി പ്രവർത്തിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലേക്ക് ഈ പ്രവർത്തനങ്ങളെ വ്യാപിക്കുവാൻ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ ആമേൻ സ്തോത്രം, പല കർത്തദാസന്മാരും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഔദ്യോഗിക സ്ഥാനത്ത് അല്ലെങ്കിൽ തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ഓൾമോസ്റ്റ് 16ഓളം ഡിവൈസുകൾ ഇന്ന് രാത്രികാലം ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ആമേൻ സ്തോത്രം. ഡാനിയൽ എന്ന് പറഞ്ഞ ദേവാസനെ കാണുന്നു, എന്ന് പറഞ്ഞ ദേവാസനെ കാണുന്നു. അപ്പോൾ തന്നെ ആമേൻ സ്തോത്രം. ബാക്കിയുള്ള നമ്മുടെ ഇതിലെ വന്നിരിക്കുന്ന സഹോദരിമാര്, പ്രാർത്ഥനാ സഹകാരികൾ എല്ലാവർക്കും രാത്രികാലം സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ പേര് ആമേൻ പ്രാർത്ഥനാ ധ്വനി എന്നാണ്. അപ്പോൾ ഏറ്റവും പ്രാധാന്യം പ്രാർത്ഥനയ്ക്കാണ്. അല്പനിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിപ്പാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. അല്പസമയങ്ങൾ നമ്മളായിരിക്കുന്ന ഭവനങ്ങൾ നമ്മൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളില്, വിവിധ ജില്ലകളിൽ നിന്നൊക്കെയാണ് ഈ രാത്രികാലം ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. വിശ്വസിക്കുന്നു തുടർന്നുള്ള മാസങ്ങളിലും ആഴ്ചകളിലും ഇപ്രകാരം തിരുവനന്തപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനാ സംഘങ്ങൾ നടക്കട്ടെ. അത് പ്രത്യേകിച്ച് നമുക്ക് ദേവാസനം ഓർപ്പിച്ചതുപോലെ കേരളത്തിൽ 6 റവന്യൂ ജില്ലകളാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആദ്യമായിട്ടാണ് ഒരു യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇപ്രകാരം വിപുലമായ ഒരു ക്രമീകരണത്തിൽ ഒരു പ്രാർത്ഥനാ സംഗമം നടക്കുവാൻ തക്കണം ഇടയായി തീർന്നത്. അതിന് പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം
എല്ലാ തീരുമാനങ്ങളും പുറപ്പെടുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. എല്ലാ നിയമങ്ങളും പാസ്സായി വരുന്ന അധികാര സ്ഥാനമാണ് തിരുവനന്തപുരം ജില്ല. അപ്പോൾ തന്നെ അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ തലസ്ഥാനം കൂടെ ആയിട്ട് തിരുവനന്തപുരം ജില്ല മാറട്ടെ. തിരുവനന്തപുരം ജില്ലയിലെ യൂണിറ്റ് ശക്തമായ നേതൃത്വം കൊടുക്കുക എന്നൊക്കെയാണ് ഇടയാക്കണം. അതേ നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ക്രമീകൃതമായ ഒരു പ്രോഗ്രാം ഷീറ്റിനനുസരിച്ചാണ് ഈ മീറ്റിംഗ് നടത്തപ്പെടുന്നത്. എങ്കിലും ഈ രാത്രിയുടെ ശാന്തതയിൽ തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് അല്പസമയം നമ്മൾ ചെലവഴിക്കുന്നത് ആ സമയത്തിന്റെ പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അല്പസമയം അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടും അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടും കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെയും ദൈവനാമ മഹത്വത്തിന് കാരണം ഞങ്ങൾക്കല്ലേ ഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമ മഹത്വത്തിനായിട്ട് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ ആയിത്തീരുവാന്നൊക്കെ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങള് ഇവിടെ ഓർപ്പിക്കുമ്പോൾ ദൈവാത്മാവ് നിയോഗത്തിന് പ്രിയപ്പെട്ടവര് ചുരുക്കം വാക്കുകളിൽ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിനെ തുടർന്ന് കർത്താവിന്റെ ദാസനിൽ കൂടെ ദൈവവചനം കേൾക്കാനുള്ള സാവകാശം ഉണ്ടാകണം. അതുകൊണ്ടെല്ലാം അനുഗ്രഹമായി തീരേണ്ടതിനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന കുടുംബത്തെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. 15 രാജ്യങ്ങളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നല്ലോ, സ്തോത്രം. ഏറ്റവും ഒടുവിലായി ഏറ്റവും പുതുതായി തുടങ്ങിയതാണ് തിരുവനന്തപുരം യൂണിറ്റ്. ഇനി കേരളത്തിലെ ബാക്കി 8 ജില്ലകളിലേക്ക് നമ്മുടെ പ്രവർത്തനം വ്യാപിക്കുക എന്നൊക്കെ പ്രാർത്ഥനയും അന്വേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരം യൂണിറ്റിന്റെ പ്രവർത്തനങ്ങള് പ്രാർത്ഥന അന്താരാഷ്ട്രീയമായ എല്ലാ പ്രവർത്തനങ്ങളും വഹിച്ചുകൊണ്ട് ദൈവാത്മാ പ്രയത്നിപ്പിക്കുന്ന ഒരാൾക്ക് ചുരുക്കം വാക്കുകളില് ശക്തമായി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ബാക്കിയുള്ള പ്രിയപ്പെട്ടവര് അവരുടെ ഭവനങ്ങളിൽ ആ വിഷയങ്ങളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താണ്. സ്തോത്രം. ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. 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 പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ അടികളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ. ഈ ദിവസം കർത്താവേ ഹല്ലേലൂയ ഒരിക്കൽ കൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കർത്താവേ അടികൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സർവ്വകൃപാലുവായ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തിനായിട്ട് നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രത്യേകാൽ പ്രാർത്ഥനാ ധ്വനി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് ഇതുവരെയും കർത്താവെ ഹല്ലേലൂയ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ദിവസങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നല്ല വിധങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രത്യേകാൽ ഈ പ്രവർത്തന കർത്താവെ കേരളത്തിൽ വ്യാപിപ്പിക്കുവാനും കർത്താവെ പ്രത്യേകാൽ തിരുവനന്തപുരത്ത് അതിന്റെ കർത്താവെ ഹല്ലേലൂയ ഒരു പ്രയർ സെൽ രൂപീകരിപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കർത്താവ് നന്ദി പറയുന്നു കർത്താവെ. അത് അനേക വ്യക്തികൾക്ക് കർത്താവ് ഒരു വിടുതലായി തീരുവാൻ കർത്താവ് അനേക വ്യക്തികൾ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരപ്പെടുന്ന ഒരു ദിവസങ്ങളാക്കി കർത്താവെ പ്രാർത്ഥനയിലൂടെ കർത്താവ് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ നേതൃത്വം വഹിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യനാളുകളിൽ കർത്താവ് ഒറ്റക്കെട്ടായതെന്ന് കർത്താവെ ഈ രാജ്യത്തെ നേടുവാൻ കർത്താവെ ഹല്ലേലൂയ അതിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നല്ല കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന പ്രത്യേക തിരുവനന്തപുരത്തെ രൂപീകരിച്ച പ്രവർത്തനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കൃപയും കൂടെ ഇരുന്ന് കർത്താവ് അനുഗ്രഹിക്കണം. ഇന്ന് രാത്രികാല കർത്താവെ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവഭൃത്യന്മാരെയും ദൈവകരങ്ങളിലേക്ക് തരുന്നു, എല്ലാ ദൈവദാസിമാരെയും തരുന്നു. കർത്താവ് അനുഗ്രഹിക്കും, ആശീർവദിക്കും, ദൈവകൃപ കൂടെ ഇരിക്കും. പ്രാർത്ഥന കേട്ടിരിക്കുകയായി സ്തോത്രമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥന കേട്ടാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗമായിരിക്കുന്ന പ്രാർത്ഥനാ ധ്വനി കേരള കൗൺസിലിലെ മിഷൻ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ സുനിൽ കോശി പത്തനാപുരം, അദ്ദേഹത്തിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഇന്ന് ഫ്യൂണറൽ സർവീസ് അടൂരിനടുത്ത് എളമണൂർ സ്ഥലത്ത് നടക്കുവാന്നൊക്കെ ഇടയായി തീർന്നു. നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയിൽ നിന്ന് പ്രിയ കർത്താദാസന്മാര്, പ്രിയ രാജു പാസ്റ്ററെ, പ്രിയ മോൻസി സക്രിയ ബ്രദർ, അതുപോലെ നമ്മുടെ കോർഡിനേറ്ററായി പാസ്റ്റർ മനോജ് എബ്രഹാം ഒക്കെ കടന്നുപോയി ആ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുവാനും നമ്മുടെ പ്രാർത്ഥന കുടുംബത്തിന്റെ പ്രത്യാശ അറിയിക്കുന്നതൊക്കെ ഇടയായി. ഇന്ന് രാത്രികാലം പ്രിയ കർത്താവദാസൻ സുനിൽ കോശി പാസ്റ്ററെ കുടുംബത്തിന്റെയും ആശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ സ്തോത്രം. കേരളത്തിന്റെ മണ്ണിൽ ഇപ്പോൾ സുവിശേഷ വിരോധികൾ വളരെ സംഘടിതമായ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയും സോഷ്യൽ മീഡിയയിൽ കൂടെ അത് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ പെന്തക്കോസ്തുകാർക്ക് സപ്പോർട്ടുമായിട്ട് കടന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ നിലവാരത്തിലേക്ക് സുവിശേഷ പ്രവർത്തനങ്ങളും അപ്പോൾ തന്നെ പരസ്യ യോഗങ്ങളെയും സുവിശേഷ പ്രവർത്തനങ്ങൾ വളരെ അപഹാസ്യമായ രീതിയിൽ ചിത്രീകരിക്കുന്ന നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് സമയത്തും പ്രതിസന്ധികൾ ഉണ്ടാകാം. ഒരു പക്ഷെങ്കിൽ ഗവൺമെന്റ് ഈ കാര്യങ്ങൾ ഇടപെട്ട് ഒരു നിരോധനമോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ളതെന്നുള്ള കാര്യമാണ് അറിയുവാന്നൊക്കെ ഇവിടെയാച്ചത്. നമുക്കറിയാം കേരളത്തിൽ ധാരാളം സുവിശേഷ സംഘടനകൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഇതുവരെ കേരളത്തിൽ അങ്ങനെ പരസ്യമായ പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ല. എന്നാൽ അവിടെ ഇവിടെയായി പല ജില്ലകളിൽ അത് പ്രതിസന്ധി വർദ്ധിച്ചുകൊണ്ട് രാത്രിക്കാലം ഒരുമിച്ച്
അവന് പ്രാർത്ഥിക്കും. മത്തായി സുവിശേഷം 21 സ്തോത്രം, അല്ലെങ്കിൽ 21 വാക്യം, ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കുന്നു സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കേരളത്തിനകത്ത് സുവിശേഷ വാതിൽ അടയപ്പെടുവാൻ ഇടയാകാതെ വണ്ണം. അല്ലെങ്കിൽ അനേക പ്രാർത്ഥന വീരന്മാർ ഈ ദേശത്ത് എഴുന്നേൽക്കേണ്ടതിന് വേണ്ടി, അല്ലെങ്കിൽ അനേക ശക്തനായ പ്രാർത്ഥന പോരാളികൾ എഴുന്നേൽക്കേണ്ടതിന് വേണ്ടി, അപ്പോൾ തന്നെ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കർത്തൃദാസിനെ കുടുംബത്തെ വഹിച്ചുകൊണ്ട് ദൈവാത്മ നിയോഗത്തിൽ ഒരാൾക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ലേഡി ദൈവം കർത്താവ് കൂട്ടുവരുത്തതിനായി സ്തുതിക്കുന്നു. ദൈവമേ, കർത്താവിന്റെ ദാസൻ പറഞ്ഞ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന കർത്താവെ, ഞങ്ങളുടെ കേരളത്തിൽ കർത്താവെ ദൈവത്തിന്റെ വചനം എപ്പോഴും സംസാരിക്കുവാൻ, എപ്പോഴും അറിയിക്കുവാനുള്ളതായ വലിയ സ്വാതന്ത്ര്യം കർത്താവെ നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. കേരളത്തിലുള്ള ദൈവജനത്തോടും മനസ്സലിയണമേ കർത്താവെ. വലിയ ദൈവപ്രവൃത്തി ഹല്ലേലൂയ ഞങ്ങളുടെ ദേശത്ത് വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണം. ദൈവജനത്തെ ദിവസങ്ങൾ ഉണർത്തുന്നതിനായി സ്തോത്രം, പ്രാർത്ഥനയ്ക്കായി ദൈവ ശക്തീകരിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഉറങ്ങുന്നവനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് താവേ വെക്കുവിനെന്നുള്ള വചനപ്രകാരം ഹല്ലേലൂയ ദിവസങ്ങളിൽ ദൈവജനം ഒന്ന് ഉണർന്നെഴുന്നേൽക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ ജാഗരിക്കുവാൻ, കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, താവേ പ്രതികൂലങ്ങളെ കണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ എല്ലാവരെയും ഒരുക്കണമേ കർത്താവെ. സുവിശേഷത്തിന്റെ കർത്താവെ വാതിൽ അടയ്ക്കാതെ വേണം ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുവാൻ കർത്താവെ. സ്തോത്രം. എതിരായി വരുന്ന ശത്രുശക്തികളെ ദൈവം തകർക്കണം കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കേരളത്തിൽ ദൈവം വലിയ ശക്തമായ ഉണർവ് ഉണ്ടാക്കണം കർത്താവെ. വരുത്തണമേ. അത് ദേശത്ത് ഹല്ലേലൂയ വ്യാപിക്കത്തക്കവണ്ണം എല്ലായിടങ്ങളിലേക്കും കർത്താവെ ഉണർവ് വ്യാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ദേശത്ത് ദൈവം ഉറവഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കർത്താവെ സ്തോത്രം വേർപാടിന്റെ താവേ ഹല്ലേലൂയ വേദനയിലായിരിക്കുന്ന കുടുംബത്തെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, ആശ്വസിപ്പിക്കണമേ. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണമേ. ദൈവിക സമാധാനം അവരുടെ മേൽ പകരണമേ. കർത്താവ് ആശ്വസിപ്പിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനമഹത്വപ്പത്തിന് ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം നല്ല പിതാവേ. കർത്താവ് പ്രാർത്ഥന കേട്ടനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാല പ്രാർത്ഥന തിരുവനന്തപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരുമിച്ച് കൂടുവാൻ, ചില വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനൊക്കെ ഇടയായി തീർന്ന കർത്താവേ, സമയപരിമിതി കൊണ്ട് കർത്താവേ ഞങ്ങൾക്ക് ധാരാളം വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട് കർത്താവ്. അനുദിനം ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ കൂടെ കടന്നു വരുന്ന ഓരോ പ്രയർ റിക്വസ്റ്റുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം അത്യാസന നിലയിൽ ഹോസ്പിറ്റലായിരിക്കും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾക്കായി സ്തുതിക്കുന്നു കർത്താവേ. ഓപ്പറേഷൻ വിധേയരായി പ്രിയപ്പെട്ട ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വെന്റിലേറ്റർ ആയിരിക്കും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബജീവിത അസ്വസ്ഥ അനുഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് രാത്രിക്കാലം സമാധാനമില്ലാത്ത ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉത്തരേന്ത്യക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ജയിലിൽ അകാരണമായി കഴിഞ്ഞ കർത്താവിൻ ദാസന്മാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഉത്തരേന്ത്യയെ ദൈവനാമത്തിൽ അവകാശം പറഞ്ഞ് ഒരു വലിയ ദൈവിക പ്രവൃത്തി ആ ദേശങ്ങൾ വെളിപ്പെടുവാനോട് നിലയാക്കുവാനാണെന്ന് പ്രാർത്ഥിക്കും. ഒരുമിച്ച് ഞങ്ങൾ കേരളത്തിന്റെ ഇങ്ങേ കോണിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ കർത്താവ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും അഹമ്മദാബാദ് മുതൽ നാഗാലാൻഡ് വരെയും വ്യാപരിക്കുന്ന പരിശുദ്ധ ശക്തിയാൽ ദേശം വിടുവിക്കപ്പെടുവാൻ തക്കൊണ്ട് കർത്താവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധമെന്ന പരിശുദ്ധാത്മ പ്രവർത്തനം ഈ രാജ്യം നടപെടുവാൻ അവിടെ നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതല കർത്താവ് അയക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കുരുട്ട് കണ്ണുകളെ കർത്താവ് തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കണ്ടനാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥന കണ്ടനാൽ സ്തോത്രം ചെയ്ത് തുടർന്ന് കർത്താവിന്റെ ദാസൻ നമ്മുടെ ഇന്റർനാഷണൽ പാസ്റ്റർ ബെൻസൻ ദാനിൽ ദിവസം ഗുജറാത്ത് ജാംനഗറിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. വളരെ സ്നേഹത്തോടെ ദാസനെ ക്ഷണിക്കുന്നു. വളരെ തിരക്കിട്ടതായ ആമേൻ സ്തോത്രം. വലിയ ദിനങ്ങൾ പ്രോഗ്രാമുകൾ മീറ്റിംഗിൽ എങ്കിലും കേരള കൗൺസിലിന്റെ ഹമീസ് പ്രത്യേക തിരുവനന്തപുരം യൂണിറ്റ് മീറ്റിംഗിൽ കഥാദാസൻ കണ്ടതിന് സന്തോഷം. തുടർന്നുള്ള സമയങ്ങൾ കഥാദാസൻ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കും. പ്രിയ പാസ്റ്റർ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമാവുന്ന നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. സ്കോട്ട്ലൻഡ് ഭരിച്ചുകൊണ്ടിരുന്ന ക്രൂരനായ മേരി രാജ്ഞി ഒരിക്കൽ ഇപ്രകാരം പറയുവേണ്ടയായി, 10,000 ഭടന്മാരുള്ള ഒരു വലിയ സൈനികത്തെക്കാൾ ജോൺ നോക്സിന്റെ പ്രാർത്ഥനയെ ഞാൻ ഭയപ്പെടുന്നു. ഒരു പ്രാർത്ഥനാ വീരനാകുന്ന ജോൺ നോക്സിന്റെ പ്രാർത്ഥനയെ ഒരു രാജ്യത്തിലെ രാജ്ഞിക്ക് പോലും ഭയമാണ്.
തന്റെ പട്ടാളക്കാരെക്കാളും തന്റെ രാജ്യത്തിലുള്ളതായ സൈനികത്തെക്കാളും ശക്തിയുണ്ട് ജോൺ നോൾസിന്റെ പ്രാർത്ഥനയ്ക്ക്. അനേക പ്രാർത്ഥന വീരന്മാരെ ട്രിവാൻഡ്രം പട്ടണത്തിൽ, കേരളക്കരയില്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായി കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. ഈ മീറ്റിങ്ങിന് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ വേദാസൻ പ്രാർത്ഥന ഈ കേരള കൗൺസിലിന്റെ ചെയർമാൻ, ഞാൻ സഹോദരത്തെയും സ്നേഹിക്കുന്ന ഹാരി ഷമീൽ പാസ്, എന്റെ സഹപാഠിയായിരിക്കുന്ന വൈസ് ചെയർമാൻ സുരേഷ് കുമാർ പാസ്, ട്രിവാൻഡ്രം ചാപ്റ്ററിന് യൂണിറ്റിന് നേതൃത്വം നൽകുന്ന ചെയർമാൻ പ്രിയ ദേവദാനം പാസ്, കോർഡിനേറ്റർ സ്റ്റെറി റിച്ച്നസ്, ഇവാഞ്ചലിസ്റ്റ് സ്റ്റെറി റിച്ച്നസ്, എല്ലാ പ്രാർത്ഥനാ സഹാരികളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. നമ്മുടെ പ്രാർത്ഥന തന്നെയുടെ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ 6ഓളം യൂണിറ്റിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം കൃപ നൽകിയല്ലോ. അതിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കേരള കൗൺസിലിലുള്ള എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ മനോജ് പാസ്റ്ററെ കുടുംബമായി ദൈവം സഹായിച്ചല്ലോ. ദൈവം അങ്ങയുടെ അഭിഷേകത്തിനെ ശക്തമായി വീണ്ടും ഉപയോഗിക്കട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും എത്രത്തോളം നടത്തി. ആമേ. ഇന്ന് രാത്രികാലം അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം ഒരിക്കൽ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 28-ാമത്തെ അധ്യായം, അതിന് 9-ാമത്തെ അധ്യായം ഞാൻ വായിക്കുന്നു. നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. നമുക്ക് എല്ലാവർക്കും സുവിദിതമാകുന്ന ഒരു തിരുവചനമാണ് നമ്മൾ വായ്പാണയായത്. ദാവീദ് രാജാവ് തന്റെ മകനാകുന്ന ശലോമോനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതിന് മുമ്പ് തന്നെ, ആമേ, ആ നിയോഗത്തിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ മകനോട് പറയുന്നതായ ഒരു ഉപദേശമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പലപ്പോഴും പല ഉപദേശങ്ങൾ നൽകാറുണ്ട്. ആ ഉപദേശങ്ങൾ ആദ്യമൊക്കെ നമുക്ക് അല്പം ബുദ്ധിമുട്ടാണ്, അല്പം കഠിനമാണെന്നൊക്കെ നമുക്ക് തോന്നിയാലും പിന്നത്തെ ഇതില് അത് വലിയൊരു മാധുര്യമാണ് നാം പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രാർത്ഥനയെ പറ്റിയും ദൈവത്തോട് അടുത്ത് വരേണ്ടതിനെ പറ്റിയും ദൈവത്തോട് അടുത്ത് എന്നുള്ള ഗുണങ്ങളെ പറ്റിയൊക്കെ പറയുക. നിന്റെ അപ്പന്റെ ദൈവത്തെ നീ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കണം. ഹല്ലേലൂയ. അപ്പന്റെ ദൈവത്തോട് അടുത്ത് വരിക മാത്രമല്ല, അവനെ അറിയുക മാത്രമല്ല, പൂർണ്ണമായ ഒരു ഹൃദയം. നമ്മുടെ പ്രാർത്ഥന തന്നെയുടെ ഈ തിരുവനന്തപുരം യൂണിറ്റില് ഇത്രയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയൊക്കെ പ്രാർത്ഥന സഹാരികൾക്ക് ദൈവം തരുവാനായല്ലോ. എല്ലാത്തിനും ഒരു പൂർണ്ണ മനസ്സുണ്ട് അല്ലെ. ഒരു പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയൊക്കെ ഇതിനകത്തുള്ള പലരും പങ്കെടുക്കാറുണ്ടല്ലോ. എന്ത് പെട്ടെന്ന് പ്രാർത്ഥന വിഷയങ്ങൾ പറയുമ്പോൾ പടപടാന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള തിടുക്കം, ആ ഒരുക്കം എല്ലാവർക്കും അത്ഭുതമാണ്. ബൈബിൾ വായിക്കാൻ പെട്ടെന്ന് എടുത്ത് ബൈബിൾ വായിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളതായ ആ ഒരു ഇത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ പറയുക, നിന്റെ ദൈവത്തെ, നിന്റെ അപ്പന്റെ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കണം. പൂർണ്ണ ഹൃദയത്തോട് മാത്രമല്ല, നല്ല മനസ്സോടെ സേവിക്കുക. എന്റെ കർത്താവ് സകല ഹൃദയങ്ങളെയും പരിശോധിക്കുന്ന ദൈവമാണ്. മനുഷ്യന്റെ ഹൃദയത്തിലെ വിചാരങ്ങളെ ദൈവം അറിയുന്നുണ്ട്. ഒരുപക്ഷെ മനുഷ്യന്റെ വേദനകളും ഭാരങ്ങളും ഒക്കെ ലോക വൈദ്യന്മാർക്കോ മനുഷ്യനോ ഒന്നും അറിയത്തില്ല. എന്നാൽ നമ്മളെ നന്നായി അറിയുന്നൊരു കർത്താവാണ് നമ്മുടെ ദൈവം അല്ലെ. നമ്മുടെ വേദനകൾ പുറമേ കാണുമ്പോൾ സന്തോഷമുണ്ട്. എന്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതനുണ്ടായിരുന്നു, ആമേൻ, സ്തോത്രം. അദ്ദേഹം എല്ലാവരോടും ഭയങ്കര ഹാപ്പിയാ, ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര തമാശ പറയും, ഭയങ്കരമായ സന്തോഷത്തിന്റെ വാക്കുകളും പാട്ടുകളും ഒക്കെ പാടി നമുക്ക് ഒത്തിരി പ്രോത്സാഹനം തരും. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് താൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. താൻ ഏത് സമയത്ത് മരിക്കാവുന്ന ഒരു സന്ദർഭമാണെന്ന് ഡോക്ടർമാർ പോലും വിധിയ നിമിഷമുണ്ടായി. തന്നോട് താൻ ഡോക്ടർമാർ പറയുകയായി, ആമേ, ഏതായാലും മരണം ഉറപ്പാ, ലഭിക്കുന്ന സമയം സന്തോഷിച്ചുകൊണ്ടിരിക്കും, മറ്റുള്ളവർക്കൊക്കെ സന്തോഷം കൊടുക്കുന്നു. ആ ദൈവദാസൻ മരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാല് താനായിരിക്കുന്ന സമയത്ത് വേദനയിലായിരിക്കുന്ന, ദുഃഖത്തിലായിരിക്കുന്ന വേദനകളെ മാറ്റുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. പ്രാർത്ഥനകളുടെ ഏറ്റവും വലിയ ലക്ഷ്യം പ്രാർത്ഥനയായി കൈത്താങ്ങുക എന്നുള്ളതാണല്ലോ. കഴിഞ്ഞ നാളുകളൊക്കെ അനേക വിഷയങ്ങളെ ഓർത്ത് കരയുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം നമുക്ക് സഹായിച്ചല്ലോ. കർത്താവിന്റെ സന്നിധാനത്തിൽ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുക മാത്രമല്ല, നമ്മുടെ കർത്താവ് സകല ഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നെങ്കിലോ അവൻ നിന്നെ എന്നേക്കും ഉപേക്ഷിക്കും. സ്തോത്രം, ഹല്ലേലൂയ.
കർത്താവിനെ കണ്ടെത്തുവാൻ ലഭിക്കുന്നതായ സമയം എത്രയോ വലുതാണെന്നറിയാമോ? എത്രയോ സ്ഥലങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യയിലെ വിവിധ രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, എത്രയോ ദൈവദാസന്മാരാണെന്നറിയാമോ ജയിലിൽ കിടക്കുന്നത്? എത്രയോ ദൈവദാസന്മാർ ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കുകയാണെന്നറിയാമോ? നമുക്ക് സ്വാതന്ത്ര്യമായ ദൈവത്തെ ആരാധിക്കുക. ഞാൻ ഈ പ്രാവശ്യ കേരളത്തിൽ വന്നപ്പോൾ പ്രിയ സ്റ്റാറിബന്റെ ചർച്ചിൽ കടന്നു പോകണയാ, ദൈവം എന്ത് സ്വാതന്ത്ര്യമായിട്ടാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. എത്ര സ്വാതന്ത്ര്യമായിട്ട് കഥകളെല്ലാം തുറന്നിട്ട് ആത്മാവിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷേ വടക്കേറ്റിയുടെ വിവിധ ഗ്രാമങ്ങളൊക്കെ ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് ആരാധിക്കാൻ പറ്റുന്നു. ആരാധിച്ചതിന്റെ പേരിൽ തന്നെ പലരും ഇന്നും ജയിലിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. നാട്ടിൽ ചെന്നപ്പോൾ 8ഓളം സ്ഥലങ്ങളിൽ പരസ്യത്തിന് സംബന്ധിപ്പാൻ കർത്താവിന് ഈ കൃപ നൽകുകയാ. എന്ത് നമ്മുടെ കേരളക്കരയിൽ അങ്ങനെ ഒരു ഭാഗ്യം. ഹെഡ് പാസ് പ്രാർത്ഥന വിഷയമായി പറഞ്ഞല്ലോ. തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും സ്വാതന്ത്ര്യമായിട്ട് കർത്താവിന്റെ വചനം സംസാരിക്കാനും ഒക്കെ നമുക്ക് ഭാഗ്യം ദൈവം തന്നിട്ടുണ്ടല്ലോ. ഈ തിരുവനന്തപുരം പട്ടണത്തിലും അനേക പ്രാർത്ഥനാ വീരന്മാരെ, പ്രയർ വാരിയേഴ്സിനെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുള്ള വിടുതല് വലുത് തന്നെയാണ്. യാക്കോബ്, അബ്രഹാം, ഇസഹാക്ക്, മോശ, ദാവീദ് ഒക്കെ ഒരു പ്രാർത്ഥനാ വീരന്മാരായിരുന്നു. അവർ ദൈവത്തെ അന്വേഷിപ്പാനായിട്ടിടയായി. ദൈവത്തെ അന്വേഷിക്കാവുന്ന സമയത്ത് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയമായി സംസാരിക്കും. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ അറിയുന്നൊരു കർത്താവാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തില് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ മുഴങ്കാലുകൾ മടക്കിയപ്പോൾ 3-ാമത്തെ അധ്യായത്തില് ഒരു മുടന്തൻ സൗഖ്യമാകുവാനിടയായി. ഒരു പ്രയർ സ്റ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാലുകൾ മടക്കിയാല് നിന്റെ പ്രാർത്ഥനയെ തടുക്കുവാൻ, പ്രാർത്ഥനയെ തച്ചുടയ്ക്കുവാൻ ഏതെല്ലാം ലോകശക്തികൾ ശ്രമിച്ചാലും ഇന്ന് പകൽക്കാലം ഒരു ഭക്തന്റെ പ്രാർത്ഥനയെ തടയുവാൻ ഒരു അന്ധകാര ശക്തിക്കും സാധിക്കുകയില്ല. ഹല്ലേലൂയ. പത്രോസിനെ തടവിലാക്കിയപ്പോ ദൈവസഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിപ്പാനായിട്ടിടയായി. ആമേൻ. ഹല്ലേലൂയ. ദൈവസഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യോടെ വെളിപ്പെടുകയായി. അന്ന് രാത്രി പത്രോസ് സുഖമായിരുന്നു ഉറങ്ങി. എന്താ പത്രോസെ ഉറങ്ങുന്നത് ചോദിച്ചാൽ പത്രോസിന് പറയുവാൻ സാധിക്കും, ഒന്ന്, ദൈവസഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം ദൈവസഭ ട്രിവാൻഡ്രം പട്ടണത്തിലുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ചില കാരാഗ്രഹത്തിൽ കിടക്കുന്നതായ ചില വ്യക്തികളെ ദൈവാത്മാവ് മോചിപ്പിക്കുവാനായിടയാകും. ചില വിടുതലുകൾ ദൈവം അയക്കുവാനിടയാകും. അഭിഷേകം മുഖത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കുവാനിടയാകും. നാളുകളായി നിന്നെ ബന്ധിച്ചു വച്ചിരിക്കുന്ന, ആരാധിക്കുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ആത്മീയമായും ഭൗതികമായും എല്ലാ മണ്ഡലങ്ങളിലും നിന്നെ ഒരു പരുവമാക്കി ദുഷ്ടപിശാചിടുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവസഭ, ദൈവമക്കളെ, ട്രിവാൻഡ്രം യൂണിറ്റുള്ള ദൈവദാസന്മാരെ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടന്റെ ചില കോട്ടകൾ തകരുവാനിടയാകും. ആത്മാവിന്റെ ഒരു അഭിഷേകത്തിന്റെ മണ്ഡലത്തിലേക്ക് ദൈവം തമ്പുരാനെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാലുകൾ മടക്കിയപ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ ഹല്ലേലൂയ ഒരു മുടന്തനാതൊരു മനുഷ്യന് വരിക, എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയ എന്നാ പത്രോസ് യോഹന്നാന് പറയും, വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തില് എഴുന്നേൽക്കാം എന്ന് പറഞ്ഞ് അവരെ കരം പിടിച്ചുയർത്തി. ഇന്ന് രാത്രികാലം ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില തടസ്സങ്ങളിലെ ഓർത്ത് നാം പുറകോട്ട് മാറേണ്ട ആവശ്യമില്ല. ദൈവം ചില ദൈവ പ്രവർത്തിക്ക് വേണ്ടി നമ്മെ ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പ്രാർത്ഥന തുനിയുടെ പ്രവർത്തനം ആ രാജ്യത്ത്, ആ ദേശത്ത്, ആ പട്ടണത്തില് ചില ദൈവ പ്രവൃത്തി കാരണമായി തീരട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ ദൂതൻ തട്ടി ഉണർത്തി 1-ാം വാതിൽ കടന്നു, 2-ാം വാതിൽ കടന്നു, 3-ാം വാതിൽ സ്വതവേ തുറന്നതുപോലെ ഇന്ന് രാത്രികാലം ദൈവാത്മാ പറയുക, ചില വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ആരും തുറക്കാത്ത ചില വാതിലുകൾ ദൈവം തുറക്കാൻ വേണ്ടി പോവുക. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഉപവസിക്കുന്ന ദൈവമക്കളെ, നിന്റെ പ്രാർത്ഥന വെറുതെയല്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. കർത്താവേ, ഞാൻ നാളുകളായി പ്രാർത്ഥിക്കുന്നു, നാളുകളായി കരയുന്നു, ഇന്ന് വരെ എന്റെ വിഷയത്തിന് മറുപടി ഇല്ലല്ലോ. നാളുകളായ എന്റെ വിഷയങ്ങളെ ഓർത്ത് ഞാൻ ജാഗരിക്കുക, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. ഞാൻ അതിനെ സ്വീകൃതി ചെയ്യുമെന്ന ദൈവാത്മാവ് പറയുന്നത്. ഇനി വൈകത്തില്ല, ഇനി ലേറ്റ് ആകത്തില്ല. പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് മേല് ദൈവ പ്രവൃത്തി കാണാൻ വേണ്ടി പോകുക. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തുറക്കുന്ന ചില വാതിലുകളുണ്ട്. യെശയ്യാപ്രവചനം 55 അതിന്റെ 6-ാമത്തെ വാക്കിൽ യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ആമേൻ. ദാനിയേൽ 6-ാമത്തെ
10-ാമത്തെ വാക്യത്തിൽ രേഖ എഴുതിയിരിക്കുന്ന അറിയപ്പോൾ രാജാവിന്റെ അടുക്കൽ പോയി മുട്ടുമടക്കിയില്ല, രാജാതി രാജാവിന് മുമ്പിൽ പോയി മുട്ടുമടക്കി ദാനിയേല്. ഇന്ന് രാത്രികാലം ആത്മാവിൽ ദൂത് പറയട്ടെ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിന്നെ തകർക്കുവാൻ നോക്കുമ്പോൾ ഒരുപക്ഷെ രേഖ ഒരുപക്ഷെ നമുക്കെതിരായി വന്നിരിക്കുക. ഒരു സമയത്ത് ഇനി നമുക്കും ആരാധിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്ന് ഒരുപക്ഷെ ഭരണകൂടം വിധി എഴുതിയാൽ നാം നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് കാര്യമുള്ളത് നമ്മുടെ ദൈവമായിട്ടാണ്. രാജാതി രാജാവിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ദൈവമല്ലേ, ദേശത്തിന് മുമ്പിൽ നിന്നെ മുട്ടുമടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആഹാബ് ചിന്തിച്ചു, ഇപ്പോൾ ഏലിയാവിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നില്ല. ഏലിയാവേ, ആഹാബിന്റെ മുമ്പിൽ നീ മുട്ടുമടക്കാൻ വേണ്ടി പോ. ആഹാബ് ചിന്തിച്ചു, ഏലിയാവ് ഇപ്പോൾ എന്റെ മുമ്പിൽ മുട്ടുമടക്കുമെന്ന്. പക്ഷേ ആഹാബിന് തെറ്റുപറ്റി. ഏലിയാവിന്റെ മുമ്പിൽ ആഹാബ് മുട്ടുമടക്കുന്ന അവസരങ്ങൾ ദൈവം ഒരുക്കോ. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്ന ദൈവമല്ലേ, ദേശത്തിന് മുമ്പിൽ നിന്റെ തല കുനിക്കുവാ, ദേശത്തിന് മുന്നിൽ മുട്ടുമടക്കുവാ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നീ എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തു, പുതിയ എന്നെ തേപ്പിക്കോ. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയോ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പലരും ലജ്ജിച്ചു പോയപ്പോൾ, പലരും നിരാശപ്പെട്ടപ്പോൾ ഈ പ്രാർത്ഥനയിലേക്ക് എത്രയോ പ്രാർത്ഥന വിഷയങ്ങളാണെന്നറിയാമോ? അനേകര് വേദനയുടെ വിഷയങ്ങൾ, ഭാരത്തിന്റെ വിഷയങ്ങള്, തലമുറയുടേതായ ചില വിഷയങ്ങള്, കുടുംബജീവിതത്തിലുള്ളതായ ചില വിള്ളലുകളുടെ ചില വിഷയങ്ങള്. ഞാൻ ഇവരോടൊക്കെ പറയുന്ന കാര്യമുണ്ട്, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമുണ്ട്, പ്രാർത്ഥനയ്ക്കൊരു വിടുതലുണ്ട്. ഓരോരോ കണ്ണുനിരക്കുന്ന വിഷയത്തിന് മേലെ ഇന്ന് രാത്രികാലവും കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. എല്ലാവരും അല്പ നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്. നമ്മുടെ പ്രാർത്ഥന വെറുതെ ഇല്ല, പ്രാർത്ഥനയും അടുത്തു പോകേണ്ട. ഇന്ന് രാത്രി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ചില വാതിലുള്ള ദൈവം നമുക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി പോകുക. പ്രാർത്ഥനയെ തടയുന്ന അന്ധകാര മണ്ഡലങ്ങളെ ഇന്ന് രാത്രികാലം ആത്മാവിശ്വാസിക്കുക. കർത്താവേ, ഈ ദേശത്തിന് കേരളക്കരയിൽ ട്രിവാൻഡ്രം യൂണിറ്റില് ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. അങ്ങനെ വിശുദ്ധദാസന്മാരെ ദൈവം ഉപയോഗിക്കാൻ പതിനായി സ്തോത്ര. കർത്താവിന്റെ കരങ്ങളിൽ കേൾപ്പിക്കുക. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൃഷ്ടിച്ചവൻ അവസരം നന്നായി എല്ലാ പ്രിയപ്പെടും നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം പ്രിയ കർത്തദാസനിൽ കൂടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ കുറിച്ച് നമുക്ക് കേൾക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ജോൺ നോക്സിന്റെ ജീവിതത്തെ കുറിച്ച് പ്രാരംഭത്തിൽ കർത്തദാസൻ പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെ ഭയപ്പെടുന്ന ഒരു രാജ്ഞിയെ കുറിച്ച് കേൾക്കുവാൻ ഇടയായി. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഭരണശിലാ കേന്ദ്രമായ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് പ്രയോജനമുള്ളതും എല്ലാവിധമായ നിയമങ്ങളും അവൻ എഴുതി കൂട്ടുന്നതും പ്രഖ്യാപിക്കുന്നതൊക്കെ തിരുവനന്തപുരത്തു നിന്നാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം ഉണ്ടെങ്കിൽ ദൈവമക്കൾക്കെതിരായിട്ടോ ദൈവജനത്തിനെതിരായിട്ടോ സുവിശേഷത്തിനെതിരായിട്ടോ ഒരു വിരലൂർ അനക്കുവാൻ കർത്താവ് അനുവദിക്കുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിലെ ആയിരിക്കാൻ തക്കണം കർത്താവ് ഇടയാക്കുമാറാണ്. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ദൈവം നമുക്ക് നൽകുന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. രാത്രി വൈകുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം ആമേൻ പ്രാരംഭം കുറിച്ചിരിക്കുന്നതായ ഈ ആമേൻ സ്തോത്ര പ്രാർത്ഥന തിരുവനന്തപുരം യൂണിറ്റിൻ്റെതായ ഈ മീറ്റിംഗ് ഒരു ദിവസങ്ങളിൽ ആമേൻ വ്യത്യസ്തങ്ങളായ നിലകളിലേക്ക് കർത്താവ് വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സിലാക്കുന്ന ഒരു വലിയ ജില്ലയാണ് തിരുവനന്തപുരം. എല്ലാവർക്കും ഒരുമിച്ച് ഒരു സ്ഥലത്ത് എപ്പോഴും കൂടി വരുവാൻ കഴിയുന്നില്ല എങ്കിലും ഓൺലൈൻ മീറ്റിംഗിൽ കൂടെ പരസ്പരം കാണുവാൻ അപ്പോൾ തന്നെ ഫിസിക്കലായിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തുവാൻ തക്കണം കർത്താവ് നിങ്ങൾ അവസരങ്ങൾ ഒരുക്കുമാറാകട്ടെ. ദേശത്ത് നെടുകും കുറുകയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ പോയി കടന്നു ചെന്ന് ഹല്ലേലൂയ അനേകരെ ദൈവസ്നേഹത്താൽ ബന്ധിക്കപ്പെടുവാൻ തക്കണം ഹല്ലേലൂയ പ്രാർത്ഥന കൈത്താങ്ങുവാൻ കർത്താവ് പ്രിയപ്പെട്ടവരെല്ലാം ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. തുടർന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആശംസ വാക്കുകൾ അറിയിക്കുന്നതിന് വേണ്ടി പ്രാരംഭമായി നമ്മുടെ പ്രാർത്ഥന കേരള കൗൺസിൽ വൈസ് ചെയർമാൻ അപ്പോൾ തന്നെ തിരുവനന്തപുരം യൂണിറ്റിന്റെ രക്ഷാധികാരിയുമായിരിക്കുന്ന കർത്താദാസൻ പാസ്റ്റർ സുരേഷ് കുമാർ ആർപി പ്രിയ കർത്താദാസനും പ്രാരംഭമായി ആശംസ വാക്കുകൾ ഓർപ്പിക്കുന്നതിന് ശേഷം നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന കർത്താദാസൻ പാസ്റ്റർ മനോജ് എബ്രഹാം ഈ രണ്ട് ദേവദാസന്മാരും ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ അർപ്പിക്കും. അതിനുവേണ്ടി പ്രിയ കർത്താദാസന്മാരെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ പോലെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ ഫോണില് വീഡിയോ ഓണാക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഓണാക്കാത്തത്. ദയവായി ശ്രമിക്കുക, എന്താണെന്ന് അറിയില്ല. ഓക്കെ, ഇത്ര മനോഹരമായി പ്രാരംഭമായി തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ഒരു പ്രാർത്ഥനാ ധ്വനിയുടെ മീറ്റിംഗ് ആയി കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവം നമുക്ക് ഭാഗ്യ അവസരം തന്നല്ലോ. നടുന്നവനും നനയ്ക്കുന്നവനും യവനുമല്ല വളരുമാറാക്കുന്നത് കർത്താവ് അത്രേ എന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് പോലെ
അഥവാ എളിയ നിലയ്ക്ക് ആരംഭിച്ച ഈ പ്രാർത്ഥനാ ധ്വനിയുടെ പ്രവർത്തനം 15ലധികം രാജ്യങ്ങളിലോട്ട് വ്യാപിക്കുവാനും വിശേഷിച്ച് കേരളത്തിന്റെ തലസ്ഥാനമായ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും കഴിഞ്ഞ മാസം 26-ാം തീയതി പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ ദൈവവടത് കൃപയാൽ അവസരമൊരുക്കി ഉത്സാഹമുള്ള ചുറുചുറുക്കുള്ള പ്രാർത്ഥനയ്ക്ക് താല്പര്യമുള്ള ഒരു കൂട്ടം ദൈവദാസന്മാരെയും കർത്തൃദാസിമാരെയും ഒക്കെ നമ്മുടെ ചാപ്റ്ററിൽ ചേർന്ന് പ്രവർത്തിപ്പാൻ കൃപയാൽ ദൈവം അവിടെ നിന്ന് ഭാഗ്യവും അവസരവും ഒരുക്കിയല്ലോ. വിശേഷിച്ച് എന്റെ ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ ദൈവദാനം ശാരീരികമായ അല്പമല്ലാത്ത ബലഹീനതകളും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രാർത്ഥനാ ധ്വനിയിൽ കാണിക്കുന്ന ഉത്സാഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായും പ്രാർത്ഥനയിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായി തീരും. ദൈവം നമുക്ക് വേണ്ടി നിശ്ചയമായും അത്ഭുതങ്ങൾ ചെയ്യും. പാസ്റ്റർ ഇന്റർനാഷണൽ ചെയർമാനായിരിക്കുന്ന ബെൻസൺ ഡാനിയൽ അവറുകൾ എന്റെ സ്നേഹിതൻ ഓർപ്പിച്ചതുപോലെ നിശ്ചയമായും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ലോകം നിശ്ചയമായും ഭയപ്പെടുവാൻ ഇടയായി തീരും. പ്രാർത്ഥനയാൽ എന്തുമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒത്തൊരുമയോടെ നമുക്ക് അധ്യക്ഷൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ തലസ്ഥാനത്തിൽ അവിടെ എവിടെയായിരുന്നു പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം തരുന്നത്. നിശ്ചയമായും ഒരു മനസ്സോടെ അവർ ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് വിടിവിക്കപ്പെട്ടു. അങ്ങനെ ഒരു മനപ്പെട്ട് ശ്രദ്ധയോടെ വിവിധ ഇടങ്ങളിലിരുന്ന് ഒരു കാലത്ത് പിതാക്കന്മാർ പ്രാർത്ഥിച്ച് വലിയ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയായി തീർന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും പ്രവർത്തിക്കുവാനും ദൈവമുഖത്തേക്ക് നോക്കി വിഷയങ്ങൾക്ക് വേണ്ടി യാചിപ്പാനും തിരുവനന്തപുരം ചാപ്റ്ററിലെ ഓരോ അംഗങ്ങളെയും ദൈവം അതിനായി ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നമ്മെ ഏവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് പുതു അഭിഷേകത്താൽ പ്രാർത്ഥനയ്ക്കായി പോരാളികളായി എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ മനോജ് എബ്രഹാം. പാസ്റ്റർ ക്രൈസ്തലോടെ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാ ധ്വനി തിരുവനന്തപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഓൺലൈൻ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ഒരു യാത്രയിലാണ് എനിക്ക് വീഡിയോ ചെയ്ത് പറയാൻ. സൗണ്ട് കുറവാ, ഉറക്കെ പറയാമോ? മനോജ് പാസ്റ്റർ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാധ്വനി തിരുവനന്തപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഓൺലൈൻ മീറ്റിംഗ് ഇത്രത്തോളം ദൈവം അനുഗ്രഹമാക്കി തീർത്തല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശങ്ങളൊക്കെ കേൾക്കാൻ ദൈവം നമുക്ക് സഹായിച്ചു. പ്രത്യേകിച്ച് നാം ദീർഘനാളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിക്കുവാനിടയായതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ബെൻസൺ പാസ്റ്ററും ഹാർട്ട്ലി പാസ്റ്ററും ഉൾപ്പെടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ
ധീര പടയാളികളായി ദേശത്തെങ്ങും കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ എല്ലാവർക്കും വർദ്ധിച്ചു വരുവാൻ, കർത്താവിന് വേണ്ടി അവസാന ശ്വാസം വരെ പോരാടുവാൻ ദൈവം കൃപ തരട്ടെ. പ്രാർത്ഥന തൊഴിലുള്ള പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം വളരെ വാസ്റ്റായിട്ടൊരു പ്രദേശമാണ് തിരുവനന്തപുരം. എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന സ്ഥലങ്ങളാണ് ഒട്ടുമിക്ക സ്ഥലങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഒത്തിരി വിവിധ സ്ഥലങ്ങളായ ദൂര സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരാ. എന്നാൽ എല്ലാ പ്രദേശങ്ങളിലേക്കും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ കിഴക്കൻ മേഖലകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ഈ പ്രവർത്തനം വ്യാപിക്കണം. പ്രവൃത്തി നടക്കുവാൻ പ്രാർത്ഥനാധ്വനി തിരുവനന്തപുരം യൂണിറ്റ് മുഖാന്തരം ഇടയായി തീരട്ടെ. നേതൃത്വം നൽകുന്ന കർത്തദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പാസ്റ്ററും മറ്റ് ദൈവദാസന്മാരെ എല്ലാവരുടെയും പേര് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അവസരം തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി. പ്രൈസ് ദി ലോർഡ്. ആശംസ അറിയിച്ച കർത്തദാസന്മാരോട് നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുന്നതിന് വേണ്ടി ട്രിവാൻഡ്രം യൂണിറ്റിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ടാരി റിച്ചൻസ് പ്രിയാച്ചാനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ മനോഹരമായി, ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എങ്കിലും ദൈവത്തിന്റെ സഹായം, ദൈവത്തിന്റെ സ്നേഹം ഈ ട്രിവാൻഡ്രം യൂണിറ്റോട് കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതിന്റെ പിന്നിലൊക്കെ നമ്മുടെ ദേവദാനം പാസ്റ്റർ വളരെ അധ്വാനിച്ചു, വളരെ ശാരീരിക ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ ഇതിനു മുമ്പിൽ നിന്ന് കാര്യങ്ങൾ ഇത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ കർത്താവിന്റെ ദാസൻ ചെയ്തു. ആമേൻ. വലിയ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ വളരെ മനോഹരമാക്കി തീർക്കുവാൻ നിൽക്കണം ഞങ്ങളുടെ കേരള വലിയ പ്രാർത്ഥനയുടെ കേരള ചാപ്റ്റർ ചെയർമാൻ കർത്താവിന്റെ ദാസൻ ഹാർട്രി ഷമുൽ പാസ്റ്റർക്ക് പ്രത്യേകം ഞങ്ങളുടെ ട്രിവാൻഡ്രം യൂണിറ്റിന്റെ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ വർഷിപ്പ് ഇന്ന് വളരെ മനോഹരമായി വിചാരിക്കുന്നതിലപ്പുറമായി നല്ല രീതിയിൽ വളരെ വർഷിപ്പ് ചെയ്ത നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ, നമ്മുടെ പ്രാർത്ഥനയുടെ പ്രയർ കോർഡിനേറ്ററാണ് മനോജ് എബ്രഹാമും മകനുമായിട്ട് രണ്ടുപേരും കൂടെ വളരെ മനോഹരമായിട്ട് അതിന്റെ ആ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം ഇടയായിത്തീർന്നു. എന്റെ വ്യക്തിപരമായ ഇതിലും പ്രത്യേക തിരുവനന്തപുരം യൂണിറ്റിന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിതാവായിരിക്കുന്ന ദേവദാനം പാസ്റ്റർക്ക് മേലാലയിലെ തിരുവനന്തപുരം ചെയർമാനായിട്ട് പ്രാർത്ഥനയുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു. കർത്താവിന്റെ ദാസൻ വളരെ ശാരീരിക ക്ഷീണത ഉണ്ടെങ്കിൽ പോലും വളരെ ഉത്സാഹിയായി, എന്നെക്കാളും നല്ല ഉത്സാഹിയായി ഈ കാര്യങ്ങൾക്കെല്ലാം മുമ്പിൽ കിടന്ന് ഓടി അവസാനം നമുക്ക് ലിങ്കില്ലാതെ കൊണ്ട് അല്പം പ്രയാസമൊക്കെ നമുക്ക് നേരിട്ടെങ്കിലും വളരെ മനോഹരമായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ സഹായിക്കുന്നവരുടെ കരങ്ങളൊക്കെ പ്രവർത്തിച്ചല്ലോ. കർത്താവിന്റെ ദാസന് പ്രത്യേകാലം നമ്മുടെ തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ചെയർമാനായിരിക്കുന്ന കർത്താവിന്റെ ദാസനുള്ള പ്രത്യേകാല് നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ വളരെ വിദൂരത്തിലിരുന്നുകൊണ്ട് നമ്മുടെ ഈ ഇന്നത്തെ ഈ പ്രാർത്ഥന തന്നെയുടെ ട്രിവാൻഡ്രം യൂണിറ്റിന്റെ പ്രവർത്തനത്തെ വേണ്ടി മെസ്സേജ് തരുവാൻ തക്കണം കർത്താവിന്റെ ദാസൻ ബൈസൻ ഡാനിയൽ പാസ്റ്റർ ഇന്റർനാഷണൽ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നല്ലോ. മേലെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ അനേക പ്രാർത്ഥന ലിസ്റ്റുകൾ കർത്താവിന്റെ ദാസന് വരുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി, കുടുംബത്തോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് യൂണിറ്റിന്റെ ട്രിവാൻഡ്രം യൂണിറ്റിന്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ആശംസകൾ അറിയിച്ച കർത്താവിന്റെ ദാസന്മാര് സുരേഷ് കുമാർ പാസ്റ്റർ കേരള വൈസ് പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ മനോജ് എബ്രഹാം പാസ്റ്റർ കേരള കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നവർ വളരെ മനോഹരമായി അവർക്ക് കൊടുത്ത സമയങ്ങള് ഇതിന്റെ ആശംസകൾ അറിയിക്കാത്ത ഗുണം കർത്താവ് കൃപ ചെയ്തല്ലോ. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ നടന്ന മീറ്റിംഗിൽ നമ്മുടെ ബൈസൻ ഡാനിയൽ പാസ്റ്റർ അതിൽ ജോയിൻ ചെയ്ത സഹോദരങ്ങളോട് പ്രത്യേകിച്ച് പറയുവാൻ തക്കണം ഇടയായി. അല്ലെങ്കിൽ ഞാന് പൂർണ്ണമായി മനസ്സിലാക്കുന്ന രാവിലെ നടക്കുന്ന പ്രാർത്ഥന എല്ലാം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിന്റെ ഒരു പ്രത്യേക എനർജിയാണ്. പ്രത്യേക നമ്മുടെ സഹോദരങ്ങൾ മാതാപിതാക്കളൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബൈസൻ ഡാനിയൽ പാസ്റ്ററിന്റെ പിതാവ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിനെ ജോയിൻ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കർത്തദാസന്മാർക്കും മാതാക്കൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേക ഞങ്ങളുടെ ട്രിവാൻഡ്രം യൂണിറ്റിന്റെ പേരിലുള്ള പ്രാർത്ഥനയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്ന കർത്താവിന്റെ ദാസനുണ്ട്. ആ കർത്താവിന്റെ ദാസന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന് ഇതിന്റെ പ്രിയപ്പെട്ടവർക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസാന്നിധ്യമായിരിക്കുന്ന കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പ്രിയ സ്റ്റാലിച്ചാനുള്ള നന്ദിയും കൂടെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ ഊർജ്ജസ്വലതയോടെ നമ്മുടെ മീറ്റിങ്ങിലൊക്കെ പ്രവേശിക്കുകയും അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്ത കർത്താവിന്റെ ദാസനെ ഓർത്ത്
ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ പ്രകാരം 1-ാം അധ്യായം 4-ാം വാക്യം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തു നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നുണ്ട്. ഈ നല്ല ആരംഭം നഷ്ടപ്പെടുത്തി കളയാതെ ഈ നല്ല തുടക്കത്തെ പിന്നെ ആളി കത്തിക്കുവാൻ തക്കണം വിടിയാക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ആമേ സ്തോത്രം ഒത്തൊരുമയോടെ പ്രവർത്തിക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരുമാനം. വരും ദിവസങ്ങളിൽ പ്രാർത്ഥനാ ദുനിയയുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തന മേഖലകളുണ്ട്. നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് മീഡിയ, അതുപോലെ ഓൺലൈൻ പ്രാർത്ഥനാ സംഗമങ്ങൾ, വ്യക്തിപരമായി കൂടിയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷയിൽ അല്പം കൂടെ ഒന്ന് മൂർച്ച കൂട്ടുവാനും ഒരു വേദിയോടെ ആയിട്ട് പ്രാർത്ഥന മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എന്റെ ജീവിതത്തിനും അങ്ങനെ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തുടർന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കർത്താവിന്റെ ദാസൻ ആമേ നമ്മുടെ പ്രാർത്ഥന യൂണിറ്റിന്റെ തിരുവനന്തപുരം യൂണിറ്റിലേക്ക് മറ്റുമായിരിക്കുന്ന അനുഗ്രഹിക്കുന്ന കർത്താവ് സത്യദാസ് പാസ്റ്റർ പ്രാർത്ഥിക്കുക. എന്നാൽ 1-2 കാര്യങ്ങൾ അനൗൺസ്മെന്റ് ആയിട്ട് ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയം കൂടെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കൊണ്ട് ഓർപ്പിക്കുന്നു. തിരുവനന്തപുരം യൂണിറ്റിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ നമ്മുടെ കേരള കൗൺസിലിന്റെ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ വളരെ അനുകൂലമായി മുന്നോട്ട് പോകുന്നു. വിഷൻ 2025 പേരിൽ നമ്മൾ എല്ലാ ജില്ലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ 4 ജില്ലയിൽ ആരംഭിച്ചു. ഈ വർഷം ഇതുവരെ നമുക്ക് 2 ജില്ലകൾ ആരംഭിക്കുന്നൊക്കെ റെഡിയായി തീർന്നു. മേശോദത്ത് അനുവദിക്കുന്നെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരത്തിന്റെ അങ്ങേയറ്റമാണ് കാസർഗോഡ്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് കടന്നു പോകാനുള്ള ഒരു ക്രമീകരണം റെഡിയായി വരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് ആയിട്ടില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളോട് അവലംബിക്കണം. ചില ദേവദാസന്മാരുടെ കോൺടാക്റ്റുകൾ എറണാകുളം ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അനുഗ്രഹമായി തീരട്ടെ. അവിടുത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ അപരിചിതമായ സ്ഥലങ്ങളാണ് ഈ കണ്ണൂർ, കാസർഗോഡ്. എന്നാൽ അവിടെയൊക്കെയും ദൈവപ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം സഭകളോ നമ്മളെ ഇവിടുത്തെ പോലുള്ള ധാരാളം സഭകളും പ്രവർത്തനങ്ങളൊക്കെ ഇല്ല എങ്കിലും പ്രാർത്ഥിക്കേണ്ട താല്പര്യമുള്ള ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചില പ്രിയപ്പെട്ട മുന്നോട്ട് കടന്നു വന്നിട്ടുണ്ട്. കഥ അനുവദിക്കുന്നെങ്കിൽ സമയം ലഭിക്കുമ്പോൾ കടന്നു വന്നിക്കണം താല്പര്യപ്പെടുന്നു. നമുക്ക് കേരള കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ തിങ്കളാഴ്ചയായിട്ടും പ്രാർത്ഥനാ സംഘം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തുള്ള എല്ലാ ദാസന്മാരും എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ സംസ്ഥാന ഘടകത്തിന്റെ ഓൺലൈൻ മീറ്റിംഗ് എല്ലാ തിങ്കളാഴ്ച വൈകിട്ടാണ് നടക്കുന്നത്. എല്ലാവരും അത്യാവശ്യമായിട്ട് അതിനകത്ത് പങ്കെടുക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എല്ലാവരുടെയും തിരക്കുകൾ മനസ്സിലാക്കും. നമ്മളെല്ലാവരും സഭാ ശുശ്രൂഷകന്മാരും ഇല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എല്ലാവരും ഓരോ ഒക്കെപ്പോഴ ആൾക്കാരാണ്. എന്നാൽ ആഴ്ചയോടുള്ള മീറ്റിംഗ്, അതുപോലെ തന്നെ പ്രഭാതത്തിലെ പ്രാർത്ഥന എല്ലാ ദിവസവും ഇന്റർനാഷണൽ നടക്കുന്നില്ല. അതെല്ലാം കടന്നു നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. അപ്പോൾ കേരള കൗൺസിലിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതൊക്കെ താല്പര്യപ്പെടുകയാണ്, ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥിക്കേണ്ട വിഷയം, നമ്മൾ ഓൺലൈൻ മീറ്റിംഗിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഫിസിക്കലായിട്ടുള്ള മീറ്റിംഗുകൾ ക്രമീകരിക്കുന്നു. ചില പരസ്യയോഗങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഥ അനുവദിക്കുന്നെങ്കിൽ ഈ മാസം 25-ാം തീയതി സ്തോത്രം ആലപ്പുഴ ജില്ലയിൽ കാക്കത്തൂരത്ത് എന്ന് പറയുന്ന ദ്വീപുണ്ട്, എറണാകുളത്തിനടുത്താണ്. അവിടെ സ്തോത്രം എറണാകുളം യൂണിറ്റിന്റെയും സംസ്ഥാന നമ്മുടെ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഏകദിന സുവിശേഷ പ്രവർത്തന പരസ്യങ്ങളും, അവിടെ വാഹനം കടന്നു പോകത്തില്ല. അവിടെ 2 കഥാദാസന്മാര് പ്രവർത്തിക്കുന്നുണ്ട്. അവരോടൊപ്പം അവരുടെ പുതിയ പ്രവർത്തനം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന IPC നടക്കുന്നുണ്ട്. അവരോടൊപ്പം ചേർന്ന് ഒരു ദിവസത്തെ പ്രവർത്തനമാണ്. അവിടെ വാഹനം കടന്നു പോകത്തില്ല. വാഹനം എത്തിക്കഴിഞ്ഞ ശേഷം കടന്ന് അപ്പുറത്തേക്ക് പോകണം. ദ്വീപാണ്. ആ ദ്വീപ് സമൂഹത്തില് ഒരു കൂട്ടം ജനങ്ങള് സുവിശേഷ തലപ്പുറം നിൽപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രവർത്തന സഹായത്തിന് വേണ്ടി പ്രാർത്ഥന തുനി അവരോടൊപ്പം കൈകോർക്കുകയാണ്. അടുത്ത മാസം ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലത്തും, അതും കടൽ തീരമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കാൻ അപ്പോൾ തന്നെ തിരുവനന്തപുരത്തുള്ള നിങ്ങൾക്കും അങ്ങനെയുള്ള സമാനമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഒരു ഉത്സാഹം കൂടെ ആകാൻ വേണ്ടിയാണ് കാര്യം അനൗൺസ് ചെയ്യുന്നത്. പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങൾ വഹിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കഥാനദാസൻ സത്യദാസ് പാസ്റ്റർ പ്രാർത്ഥിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായിരിക്കുന്ന നല്ല രാത്രി വേളയ്ക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സമയഭേദം കൂടാതെ ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ച വലിയ ദയക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ധ്വനിയോടുള്ള ബന്ധത്തിൽ കർത്താവെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. അതേ കർത്താവേ, സുവിശേഷ പ്രവർത്തനം ഈ പ്രാർത്ഥനാ ടീം കേരളത്തിലെ 14 ജില്ലകളിലും അതിവേഗത്തിൽ വ്യാപരിക്കപ്പെടുവാനായിട്ട്, ഇതിന്റെ യൂണിറ്റുകൾ തുടങ്ങുവാനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല് കണ്ണൂർ, കാസർഗോഡ് ഈ പ്രദേശങ്ങളില് അതേ വേഗത്തിൽ തുടങ്ങുവാനുള്ള അവസരം ദൈവം ഒരുക്കുമാറാകണമേ. കർത്താവെ, നടക്കുവാനിരിക്കുന്ന പരസ്യങ്ങള്, കർത്താവ് മറ്റു തരമായിരിക്കുന്ന പ്രവർത്തനം
പ്രവർത്തനങ്ങളില് സുവിശേഷ പ്രവർത്തനത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നതിന് ആവശ്യമായ എല്ലാ നന്മകളും സ്വർഗത്തിലെ ദൈവം നൽകുമാറാകണമേ. ശക്തന്മാരായ ദേവദാസന്മാരെ, അഭിഷിക്തന്മാരെ ഇന്നും എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൊയ്ത്ത് വളരുണ്ട്, സത്യം വേലക്കാർ ചുരുക്കമെന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. ആകയാൽ കർത്താവേ, ആവശ്യമുള്ള വേലക്കാരെ എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ സന്തോഷത്തോട് ഉല്ലാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ അത് ഞങ്ങളുടെ സമശിഷ്ടങ്ങളായ 1000-ത്തിലധികം ദൈവദാസന്മാർ ജയിലറകളിലായിരിക്കുകയാണല്ലോ ദൈവമേ. അവിടെ വിടുതലിനായി, അവിടേതായിരിക്കുന്ന മോചനത്തിനായി ഞങ്ങൾ ഭാരത്തോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഈ പ്രാർത്ഥന ധ്വനി അതിനൊരു കർത്താവ് കാരണം കൂടി ആയിത്തീരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കർത്താവ്, പ്രാർത്ഥന ധ്വനിയുടെ ഫൗണ്ടറായിരിക്കുന്ന ദിയാസൻ മുതൽ താഴെയുള്ള എല്ലാ ദിയാസന്മാരെയും അഭിഷിക്തന്മാരെയും തിരുകരങ്ങളിൽ തരുകയാണ് കർത്താവ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിക്കുന്നവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നുണ്ട് കർത്താവ്. ആകയാല് മന്ദിഭവിച്ചു പോകാതെ ഓരോ ദിവസവും ഉത്സാഹമുള്ളവരായി, ആമേൻ, ധൈര്യമുള്ളവരായി, പ്രത്യാശയുള്ളവരായി മുന്നോട്ട് പോകുവാൻ തക്കോണം ദൈവം സഹായിക്കണമേ. കർത്താവിന്റെ വരവരെ ശക്തിയോടെ ഇത് വർദ്ധിച്ചു വരുവാന് ദൈവമായ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ ധ്വനിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ലോകത്തെമ്പാടുമുള്ള എല്ലാ അഭിഷിക്തന്മാരെയും ദൈവവരങ്ങൾ തരികയാണ്. രോഗികളായിരിക്കുന്നവരുണ്ട്, ബലഹീനരായിരിക്കുന്നവരുണ്ട്, കർത്താവ് മറ്റ് പലതരമായിരിക്കുന്ന വിഷയങ്ങളിൽ ഭാരപ്പെട്ട് ഞരങ്ങുന്നവരുണ്ട്. എല്ലാവർക്കും പരിഹാരം നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്ഷണം ഞങ്ങൾ പിരിയട്ടെ, അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കും. പ്രാർത്ഥന കേട്ടതേക്കാട്ട് സ്തോത്രം, യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആശ്വാസം പറഞ്ഞാട്ട് പാസ്റ്റർ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നാം എല്ലാവരുടെ സകല വിശുദ്ധന്മാരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഈ പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ ശാഖകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ മീറ്റിംഗ് നടക്കപ്പെടുവാനിടയായ പ്രാരംഭത്തിൽ അല്പം ആശങ്ക ഉണ്ടായി നമ്മുടെ ലിങ്കിന്റെ വിഷയത്തിലെങ്കിലും താനദാസൻ അത് പെട്ടെന്ന് അത് ക്രമീകരിച്ചു. പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. തിരുവനന്തപുരം യൂണിറ്റിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നല്ല ആരംഭങ്ങള് തുടർന്ന് ശക്തമായി മുന്നോട്ട് പോകട്ടെ. മനോജ് മാസ്റ്റർ നല്ല പാട്ടായിരുന്നു കേട്ടോ. മനോജ് മാസ്റ്റർ